കോഴിക്കൂടിന് തീയിട്ട് 8 കോഴികൾ ചത്ത്. ചുരുക്കി പറഞ്ഞാൽ ഒരു അയൽവാസിന്റെ ക്രൂരതയാണ് അല്ലേ? നമ്മള് അയൽവാസികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പക വീട്ടണ രംഗമാണ്. ആളില്ലാത്ത ആ ഒരു സമയം ആ ഒരു തക്ക നോക്കിയിട്ട് അല്ലേ, അവരോടുള്ള പക വീട്ടണത് ഈ 8 കോഴിക്കളാ ചത്തുക്കണേ. കോഴിക്കൂടിന് പോയി തീയിടുക. അതും ദൈവം സൃഷ്ടിച്ച ഒരു ജന്തുക്കളാണ്, മിണ്ടാപ്രാണികളാണ് അല്ലേ? 8 ജീവനുകളാണ് പോയത്. സംഭവം കോഴി എന്ന് പറഞ്ഞ് നമ്മളത് പുച്ഛിക്കും, പക്ഷെ അതിനും ഒരു ഹൃദയമുണ്ട് അല്ലേ? അതിനും ചോരണ്ട്, അതും ജീവനുള്ള ഒരു വസ്തുവാണ്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നത് അല്ലേ? അയൽവാസികൾ തമ്മിലുള്ള പക, അത് ആളില്ലാത്ത തക്ക നോക്കി വന്നിട്ട് കോഴിക്കൂടിന് തീയിടുക. മറ്റു പല തീയിടുന്ന കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിക്കൂടിന് തീയിടുക, എന്നിട്ട് 8 കോഴികൾ ചത്ത്. വാർത്ത കണ്ടത് നമ്മൾ ചിരിച്ചു പോകും അല്ലേ? എന്തൊരവസ്ഥ! ഇത് പുറത്തൊന്നുമല്ല, നമ്മളെ നാട്ടിലാ, നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നടന്ന സംഭവമാണിത്. എന്തൊരവസ്ഥ! അപ്പൊ അയൽവാസികൾ തമ്മിലുള്ള ക്രൂരത അല്ലേ? പക വീട്ടുക, അത് പക വീട്ടാൻ മൂപ്പര് കണ്ടെത്തിയ വഴി, അല്ലെങ്കിൽ ഓലോട് പക വീട്ടുക. ഇത് പാവം ആ ഒരു ഒന്നിനും ഒരു ഉപദ്രവവും ഇല്ലാത്ത ഈ മിണ്ടാപ്രാണികളൊക്കെ ഉണ്ട് അല്ലേ? 8 കോഴിക്കളെ ചാത്തപ്പോയി. വല്ലാത്തൊരവസ്ഥ. വാർത്ത കേട്ടാൽ ആദ്യം ഒന്ന് ചുരുക്കും, പിന്നെ റെഡിക്ക് ആലോചിക്കുമ്പോൾ ആ ഒരു ക്രൂരത കൊണ്ട് 8 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ചിന്തിച്ചു നോക്കി, വല്ലാത്തൊരു കഷ്ടം തന്നെ. അപ്പോൾ ഇതിനൊക്കെ എന്താ അറിയോ, ഇതിനൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പോൾ ഇതിനുള്ള ഒരു ഇത് അനുഭവിച്ചിട്ടേ പോലെ അടങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പക വീട്ടാണ്ടെങ്കിൽ പക വീട്ടാനുള്ള ആളോട് വീട്ടുക, അല്ല ഇത്തരത്തിലൊന്നും അറിയാത്ത ആ നേരം വെത്താൽ അതിലും ഇതിലും പോയി പുല്ലെന്ന് പറഞ്ഞാൽ ഇമാതിരി മുണ്ടാ പ്രാണികളോട് പക വീട്ടിട്ട് എന്ത് കിട്ടാനാണ്? അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.